നമസ്കാരം. പഞ്ചശക്തി ടാരോ സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ റിലേഷനിൽ യൂണിവേഴ്സ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. ഏത് നിമിഷം കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങും. നിങ്ങളുടെ പേഴ്സന്റെ മുഖം ക്ലിയർ ആയിട്ടുള്ളൊരു ഫേസ് മനസ്സിൽ വിചാരിച്ച് നല്ലൊരു റീഡിംഗ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ റിലേഷനിൽ ഇന്ന് യൂണിവേഴ്സ് തന്നിരിക്കുന്ന ത്രെഡുകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് 10 ഓഫ് സോഡ്സ് ആണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരുടെ പേഴ്സൻ്റെ എനർജി ആണെങ്കിലും നല്ല വിഷമത്തോടെ, നല്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിക്കും വാക്കുകളാകുന്ന അസ്ത്രങ്ങൾ മനസ്സിൽ തറച്ചു കയറിയ വേദനയോടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെപ്പറേഷൻ പീരീഡിലാണെങ്കിൽ ആ ബ്രേക്കപ്പ് ആയ ടൈമിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ പരസ്പരം അങ്ങും ഇങ്ങും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ ദേഷ്യത്തിൻ്റെ പുറത്ത് അങ്ങനെയുള്ള വാക്കുകൾ ഭയങ്കരമായിട്ട് മനസ്സിൽ തറച്ചു നിന്നിട്ട് നല്ല പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ കഴിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഊണുമില്ല ഉറക്കമില്ല ആ ഒരു അവസ്ഥയിലൂടെ ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെക്കുറിച്ച് വളരെ വിഷമത്തോടെ ചിന്തിച്ചാണ് ഓരോ ദിവസവും കഴിഞ്ഞു കൂടുന്നത്. ഒട്ടും ആലോചിക്കാതെ, നൈറ്റ് ഓഫ് സോർട്സ് ആണ്, ഒട്ടും ആലോചിക്കാതെ ചിന്തിക്കാതെ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ പ്രശ്നമുണ്ടായ സമയത്ത് ആ പറഞ്ഞ വാക്കുകളുടെ പുറത്ത് എന്തെങ്കിലും പറഞ്ഞത് അത് മനസ്സിൽ വെച്ചിട്ട് ആ ഒരു ഈഗോയുടെ പുറത്ത് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ഉറച്ച തീരുമാനമല്ല. ആ സമയത്ത് ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞ ഒരു തീരുമാനമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്യാരക്ടർ അങ്ങനെയാണ്, എടുത്തു ചാടി തീരുമാനം എടുക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. അത് വാക്കുകളിൽ പറഞ്ഞു എന്നല്ലാതെ അത് പ്രവൃത്തിയിൽ അങ്ങനെ കാണാൻ കഴിയുന്നില്ല. ശരിക്കും മനസ്സിൽ സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇതിൽ 7 ഓഫ് പെൻറ്റക്കിൾസിൽ പറയുന്നത് ആ വ്യക്തി ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചിലപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ കുറച്ച് പേരെയെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ വാച്ച് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ നിങ്ങളെ മെസ്സേജ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സ് വഴി നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. ഇതെന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് തിരിച്ചു കൊടുത്തതായിട്ട് കാണുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുറിവിൻ്റെ ഒരു ഭാഗമായിരിക്കും അത്. ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തി തിരിച്ച് എന്തെങ്കിലും ചെറുതായിട്ടാണെങ്കിലും മനസ്സിൽ തട്ടുന്നൊരു വാക്കുകൾ പറഞ്ഞാൽ അത് അത്രത്തോളം പെയിൻഫുള്ളാണ്. ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ നിന്നിട്ട് തിരിച്ച് ഈ ഒരു റിലേഷനിലേക്ക് തിരിച്ച് പോകുമ്പോൾ അതെങ്ങനെയാകുമെന്നുള്ളൊരു വേദനയുടെ പുറത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാത്തത്. ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തന്നേക്കുന്ന ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും യാതൊരുവിധ റിസൾട്ടും കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഓർക്കുന്നുണ്ട്. ഈ ഒരു റിലേഷനിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ വീണ്ടും സ്വീകരിക്കുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. എന്നാലും കുറച്ച് സെൽഫ് കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. എൻ്റെ വാക്കുകളും പ്രവൃത്തിയൊക്കെ കുറച്ച് ലിമിറ്റ് ചെയ്യണം. ഞാൻ വരുന്നതൊന്നും അങ്ങനെ വായിൽ വരുന്നതൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ ഇപ്പോൾ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും മാനസികമായിട്ട് വലിയ ഒരു പിരിമുറുക്കത്തോടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഈ ഒരു റീകൺസിലേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടി ഒരു ആൻസർ അവിടെ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾ പഴയതിനേക്കാൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഇങ്ങനെയൊക്കെ ഓരോ ഇഷ്യൂസ് വരുമ്പോഴാണല്ലോ ചിലപ്പോൾ അങ്ങും ഇങ്ങും മനസ്സിലാക്കാനും തെറ്റുകൾ തിരുത്താനുമൊക്കെ ഉള്ളൊരു അവസരങ്ങൾ രണ്ടുപേർക്കും വരുന്നത്. അപ്പോൾ അത് റീകൺസിലേഷൻ സംഭവിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. നല്ല ഒരു റിലേഷൻ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക, നന്നായി പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു.